ക്ലാസ് 6ന്റെ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ എക്സാംസ് ഓൾറെഡി ഫെബ്രുവരി ലാസ്റ്റിൽ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18 മുതലാണ്. അപ്പോൾ ഈ മാർച്ച് 18 എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് അടുപ്പിച്ചാണ് വരുന്നത് അല്ലെ. ഇവിടെ നമ്മുടെ ടൈം ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 18 മലയാളം സെക്കൻഡ് ആണ്, 19 ലാംഗ്വേജ് 1, 20 ഹിന്ദിയാണ്, 21 സോഷ്യൽ, 24 വർക്ക് എക്സ്പീരിയൻസ്, 25 ബേസിക് സയൻസ്, 26 ഇംഗ്ലീഷ്, 27 മാത്സ്. എല്ലാം അടുപ്പിച്ചാണ്. നമുക്ക് അധികം ഇടയിൽ സമയമൊന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, മിസ്സേ ഇവിടെ ബാക്കി എല്ലാവർക്കും നമ്മൾ മാരത്തോൺ ലൈവ് ഒക്കെ കൊടുക്കുകയാണ് അല്ലേ. എല്ലാവർക്കും ഇതുവരെ നല്ല അടിപൊളിയായിട്ട് മാരത്തോൺ ലൈവുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് മാരത്തോൺ ലൈവ് ഉണ്ടാവില്ലേ എന്നുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മിസ്സേ ഒരു കാര്യം ഇപ്പം തന്നെ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്കും എന്തായാലും നമ്മൾ മാരത്തോൺ ലൈവ് നമ്മൾ എന്തായാലും നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തില്ല. എൻ്റെ കുട്ടികൾക്കും എന്തുണ്ടായിരിക്കും, മാരത്തോൺ ലൈവ് ഉണ്ടായിരിക്കും. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ എക്സാം എഴുതുകയും ചെയ്യും. ഓക്കെ, റെഡി. പക്ഷെ അതിന് മുന്നോട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, നമുക്ക് ഇടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ മാരത്തോൺ ലൈവ് തരാനുള്ളൊരു സമയം മാത്രമേ നമുക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എന്ത് കാണണം, ചാപ്റ്റർ അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ 6ാം ക്ലാസ്സിൻ്റെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോം ഉണ്ട്, വീഡിയോസ് ഉണ്ട്, പിന്നെ അതുപോലെ ഷോർട്സ് ഉണ്ട്, അതേപോലെ തന്നെ ലൈവ് ഉണ്ട്. ഇതൊക്കെ കാണുന്നില്ലേ. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ ഓരോ സബ്ജക്റ്റിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ക്ലാസ് 6 മലയാളം 2, ക്ലാസ് 6 ലാംഗ്വേജ്, ക്ലാസ് 6 സോഷ്യൽ സയൻസ്, ക്ലാസ് 6 ഇംഗ്ലീഷ്, ക്ലാസ് 6 ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇവിടെ പ്ലേലിസ്റ്റ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ വീഡിയോസും. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോന്നും തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസിന് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നാലാണ് എൻ്റെ കുട്ടികൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, റെഡി, പ്രോമിസ് ആണല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഈ ഒരു ക്ലാസ് കണ്ടിട്ട് വേണം നമ്മുടെ ലൈവ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അത് കൂടാതെ തന്നെ മിസ് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ 6ാം ക്ലാസ് കഴിഞ്ഞു അല്ലേ. 6ാം ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എവിടേക്ക് എത്താൻ പോകുന്നത്, 7ാം ക്ലാസ്സിലാണ് അല്ലേ. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ഇപ്പം നമ്മൾ ഈ അവസാന നിമിഷത്തിൽ കിടന്ന് പഠിപ്പ് പഠിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. പക്ഷെ അത് അന്നേരം ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുകയെ, മുന്നേ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം നല്ല സുഖസുന്ദരമായിട്ട് റിവിഷനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൂളായിട്ട് എക്സാം ഹാളിലേക്ക് പോകാനായിട്ട് സാധിച്ചേനെ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമൊന്നുമല്ല, നമ്മളൊന്നും വിചാരിച്ച് നടക്കും അല്ലേ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ 7ാം ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ നല്ല ഫുൾ സെറ്റായിട്ട് നല്ല കൂളായിട്ട് റിവിഷനൊക്കെ കഴിഞ്ഞ് എക്സാം ഹാളിൽ ഫുൾ കോൺഫിഡൻസോടുകൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കണം. അതിനാദ്യം മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണം അല്ലേ. കുറേയൊന്നും പഠിക്കേണ്ട, ഒരു ദിവസം കുറച്ച് വീതം ഓരോ ദിവസം കുറച്ചായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എല്ലാം പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ 7ാം ക്ലാസ്സിലെ ബാച്ച് ആയിട്ടുള്ള സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത്. സൃഷ്ടി ബാച്ചിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, PDF ആയിട്ട് ക്ലാസ് നോട്ടുകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ എക്സാംസ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നമ്മുടെ വർക്ക്ഷീറ്റ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഒരു വർഷത്തേക്കുള്ള ഫീസ് വരുന്നത് ഇത്ര രൂപ മാത്രമാണ്, 2499 ആണ് ഒരു വർഷത്തേക്കുള്ള ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളും കൂടെ മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ അല്ലെങ്കിൽ ഒരു ഓഫർ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെട്ടിയ ഫീസില്ലേ, ആ ഫീസിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ കുട്ടികൾ എല്ലാവരും ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട മിസ് പറഞ്ഞത്, നമുക്ക് മാരത്തോൺ ലൈവിന് മുന്നേ തന്നെ ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട്, അതായത് ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം എൻ്റെ കുട്ടികൾ മാരത്തോൺ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.